ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചാതുർമാസ്യ വ്രതകാലത്തിന്റെ ആദ്യ മാസമാണ് കർക്കിടകം. കർക്കിടക നാളുകളെ രാമനാമ ജപത്തിലൂടെയും രാമായണ ശ്രവണത്തിലൂടെയും ധന്യമാക്കുകയാണ് മലയാളികൾ. കർമ്മശുദ്ധി കൈവരുത്തി ഈശ്വരാനുഗ്രഹം നേടാൻ രാമായണം എന്ന ഇതിഹാസത്തിനുപരിയായി മറ്റൊന്നില്ല. ഇനിയുള്ള നാളുകൾ ക്ഷേത്രങ്ങളും ഭവനങ്ങളും രാമായണ ശീലുകളാൽ മുഖരിതമാകും. പ്രധാന വാർത്തകളിലേക്ക്. വടകരയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ താലൂക്ക് ഡിപ്പോ മഴയിൽ തകർന്നു. അധികൃതരുടെ അനാസ്ഥയിൽ വെള്ളത്തിലായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ. കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണം മാർക്സിസ്റ്റ് വൽക്കരിക്കുകയാണെന്ന് UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ. സാംസ്കാരിക വിനിമയത്തിന്റെ പുതിയ പാഠങ്ങളുമായി അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടി കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. സാംസ്കാരിക വിനിമയത്തിന്റെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് കോഴിക്കോട് നടക്കുന്ന അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ. രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവ പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. കാണാൻ അഴകുള്ള ചുവടുകൾ, കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകൾ, മുഷിപ്പില്ലാതെ ദീർഘനേരം ആസ്വദിക്കാവുന്ന സാംസ്കാരിക പരിപാടികൾ. കോഴിക്കോട് നടക്കുന്ന യുവജന വിനിമയ പരിപാടി പങ്കെടുക്കുന്നവർക്കും കാഴ്ചക്കാർക്കും ഒരുപോലെ ഹരമായി മാറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ യുവജന വിനിമയ പരിപാടിയുടെ ഭാഗമായാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക സംഘം കോഴിക്കോട്ടെത്തിയത്. അസം, മണിപ്പൂർ, സിക്കിം, അരുണാചൽ പ്രദേശ്, ത്രിപുര, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയവും രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വൈവിധ്യമാർന്ന ഇനങ്ങളുമായാണ് യുവപ്രതിഭകൾ കോഴിക്കോട്ടെത്തിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ തനത് കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും പരമ്പരാഗത ഇനങ്ങളുമായി ബുധനാഴ്ച സംഘം കോഴിക്കോട് യൂത്ത് ഹോസ്റ്റലിലെ വേദി അവിസ്മരണീയമാക്കി. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച തുടങ്ങി 24-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ യുവജന സെമിനാറുകൾ, ചർച്ചകൾ, മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം വീടുകളിലും വിദ്യാലയങ്ങളിലുമുള്ള സന്ദർശനം, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയവയും നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ കളക്ടർ CA ലത നിർവഹിച്ചു. നെഹ്റു യുവകേന്ദ്ര സംഘടൻ കേരള മേഖലാ ഡയറക്ടർ M സദാചാരവേൽ അധ്യക്ഷനായിരുന്നു. ശ്രീപെരുമ്പത്തൂർ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റിലെ അൻപു കവിത, കോഴിക്കോട് ജില്ലാ യൂത്ത് കോർഡിനേറ്റർ M അനിൽകുമാർ, M മോഹൻദാസ്, PB രമേശ് തുടങ്ങിയവർ സംസാരിച്ചു.
വടകരയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ താലൂക്ക് ഡിപ്പോ മഴയിൽ തകർന്നു വീണു. ബുധനാഴ്ച രാവിലെ പെയ്ത കനത്ത പേമാരിയിലാണ് കെട്ടിടം തകർന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് മഴയിൽ കുതിർന്നത്. വടകര ടൗണിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പഴകിയ കെട്ടിടമാണ് മഴയിൽ തകർന്നത്. ബുധനാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. ഇതോടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് വെള്ളത്തിലായത്. ആസ്പെറ്റോസ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിന്റെ മേൽക്കൂര മഴയിൽ കുതിർന്നു വീഴുകയായിരുന്നു. 5 കോടിയുടെ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ച ഗോഡൌണാണിത്. 40 മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ, സൂപ്പർ മാർക്കറ്റുകൾ, ലാഭം മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. സ്കൂൾ, അംഗനവാടി എന്നിവിടങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് മഴയിൽ നനഞ്ഞത്. 50ഓളം തൊഴിലാളികൾ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഗോഡൌണിൽ നിന്നും ലോകനാർക്കാവിലെ താൽക്കാലിക ഗോഡൌണിലേക്ക് സാധനങ്ങൾ മാറ്റിയത്. റേഷൻ അരി, മുളക്, ജീരകം, ഉഴുന്ന് എന്നിവയും നശിച്ചിട്ടുണ്ട്. ഇന്ന് പൊളിച്ചേണ്ട ശക്തിയായിട്ടുള്ള മഴയിലും കാറ്റിലും നമ്മുടെ സപ്ലൈകോ വടകര ഡിപ്പോ ഗോഡൌണിന്റെ പിറകു ഭാഗം പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ മഴയിൽ നശിച്ചു പോയിട്ടുണ്ട്. ചെറുപയര്, ജീരകം, ഉഴുന്നുപരിപ്പ്, കടല, മുത്താറി, കടു, മുളക് തുടങ്ങിയ സാധനങ്ങൾ മഴയിൽ നനഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട്. അതിന്റെ കണക്ക് കൃത്യമായിട്ട് എടുത്തിട്ടില്ല. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പലതവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. അധികൃതരുടെ അനാസ്ഥ കാരണം ദുരിതത്തിലാവുന്നത് നിരവധി വിദ്യാർത്ഥികളും അംഗൻവാടിയിലെ കുരുന്നുകളുമാണ്. രാമായണ മാസത്തെ വരവേൽക്കാൻ നാടെങ്ങും ഒരുങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ ഭവനങ്ങളിലും രാമനാമ മന്ത്രജപം മുഴങ്ങും. കർക്കിടക മാസാരംഭത്തിന് മുൻപ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി കഴിഞ്ഞു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. മിഥുനം കഴിഞ്ഞ് കർക്കടകം തുടങ്ങിയതോടെ രാമായണ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടെങ്ങും. ഇനിയുള്ള ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. കോരിച്ചൊരിയുന്ന മഴയും പട്ടിണിയും രോഗദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു പണ്ട് കർക്കിടക മാസം. കർക്കിടകത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ ഈശ്വര പ്രാർത്ഥന മാത്രമായിരുന്നു അക്കാലത്തെ ഏക പോംവഴി. കർക്കിടക മാസാരംഭത്തിന് മുൻപ് തന്നെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കും. കർക്കിടകം 1 മുതൽ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഐശ്വര്യപ്രതീകമായ നിലവിളക്ക് തെളിയിച്ചു വെച്ചാണ് രാമായണ പാരായണം. ഐശ്വര്യദേവതയായ ശ്രീഭഗവതിയെ വരവേൽക്കാനായി പൂമുഖത്ത് നിലവിളക്കും വാൽക്കിണ്ടിയിൽ വെള്ളവും ദശപുഷ്പങ്ങളും വെക്കുന്ന ചടങ്ങും കർക്കിടക മാസത്തിലെ പ്രത്യേകതയാണ്. ഇത്തരത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് രാമകഥ പാരായണം. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെണ്ണിയേ മുത നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണം മാർക്സിസ്റ്റ് വൽക്കരിക്കുകയാണെന്ന് UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ. കുടുംബശ്രീയുടെ മറവിൽ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF കൌൺസിലർമാർ കോർപ്പറേഷനിലെ മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീയുടെ മറവിൽ കോർപ്പറേഷൻ നടത്തിവരുന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF കൌൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷനിലെ ഭരണം മാർക്സിസ്റ്റ് വൽക്കരിക്കുകയാണെന്നും LDF കൌൺസിലർമാരുടെ തീരുമാനങ്ങളാണ് കൌൺസിൽ യോഗത്തിൽ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടി നിർദ്ദേശം നൽകുന്നതുമായ കാര്യങ്ങൾ നടത്തുക എന്നതിനപ്പുറത്ത് ജനകീയ പ്രശ്നങ്ങളോട് പ്രതിബദ്ധത വെച്ച് പുലർത്തിക്കൊണ്ട് ഈ നഗരത്തിന് കൂടുതൽ കാര്യക്ഷമമായൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് മേയറോ ഭരണപക്ഷമോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. കാര്യക്ഷമമായ ഭരണം കാഴ്ചവെക്കുന്ന മേയറല്ല കോഴിക്കോട്ടെന്നും കുടുംബശ്രീക്ക് UDF എതിരല്ല, മേയറുടെ ധാർഷ്ട്യവും ധിക്കാരപരവുമായ നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഭരണത്തിനെതിരായി അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭം അടിച്ചൊതുക്കാൻ ഡിവൈഎഫ്ഐക്കാർ തയ്യാറായപ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകാത്ത മേയറാണ് നമ്മുടെ മേയർ. കൌൺസിലർ MT പത്മ, P കിഷൻചന്ദ്, സത്യഭാമ, P മുഹമ്മദ് അലി, P ഉഷാദേവി ടീച്ചർ, K കൃഷ്ണദാസ്, K ശ്രീകുമാർ, C മോയിൻകുട്ടി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. രണ്ടാം മാറാട് കേസിൽ ശിക്ഷിക്കപ്പെട്ട 22 പേർക്കും ജാമ്യം ലഭിച്ചതിൽ സന്തോഷവും നന്ദിയുമുണ്ടെന്ന് ബന്ധുക്കൾ. എന്നാൽ ഇടത് വലത് സർക്കാരുകൾ തങ്ങളോട് വിവേചനം നിറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചതെന്നും ജാമ്യം ലഭിച്ചവരുടെ ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ഞങ്ങൾ പറഞ്ഞാൽ തീരാത്ത കടപ്പാടും നന്ദിയും നീതിപീഠത്തിനും ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റിനും മറ്റ് പ്രവർത്തിച്ച പോപ്പുലർ ഫണ്ടിനും ഞങ്ങൾക്ക് ഇതിനു വേണ്ടി എല്ലാം ഒത്താശം ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഏറ്റവും നന്ദി പറയുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ സർക്കാർ പറഞ്ഞാണ് ജാമ്യം കൊടുക്കരുതെന്ന്. ജാമ്യം കൊടുക്കാണ്ടിരിക്കത്ത ഒരു പ്രശ്നം ഞങ്ങളുടെ നാട്ടിൽ ഇന്നില്ല. ഇന്ന് ഞങ്ങൾ എത്രയോ സൗഹാർദ്ദത്തിലാണ് കഴിയുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ സംസാരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നു, ഞങ്ങൾ ഒന്നായിട്ട് ജോലിക്ക് പോകുന്നു കടലിൽ. ഞങ്ങൾ എത്ര സൗഹാർദ്ദത്തിലാണ്. സർക്കാർ കഠിനമായി എതിർത്ത് ഞങ്ങൾക്ക് ജാമ്യം തരരുതെന്ന്. അപ്പം ഞങ്ങളെ കുട്ടികൾ ഇന്നതിൻ്റെ ഉള്ളിൽ കഴിയുന്ന സർക്കാരിന് എന്തോ ഒരു വാശിവാനാണ് ഞങ്ങളോട് തോന്നുന്നത്. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. 2014-15 വർഷത്തിൽ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്കായി 64 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ PP അബ്ദുൽ ലത്തീഫ്. 28,120 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതി മുഖേന അധികമായി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 18-ന് കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് വീട്ടുപറമ്പുകളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി വിത്ത് കിറ്റ് വിതരണം. സർക്കാർ സ്ഥാപനങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പരിപാടി. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. പിന്നെ ഈ വർഷത്തെ പുതിയ പദ്ധതികൾ മഴക്കാലത്ത് പച്ചക്കറി ചെയ്യാൻ വേണ്ടി മഴമറ എന്നുള്ള ഒരു പദ്ധതി കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് സാമ്പത്തിക സഹായം. ഇതുകൂടാതെ വളം കൂട്ടിച്ചേർത്ത് ജലസേചനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി. പിന്നെ ഇതുകൂടാതെ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി. ഇതൊക്കെയാണ് പദ്ധതികൾ. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വലിയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വെച്ചാണ്. അത് ഈ മാസം 18-ാം തീയതി ടാഗോർ സെന്റിനറി ഹാളിൽ ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി പ്രോത്സാഹിപ്പിക്കാനായി മാതൃകാപരമായ പദ്ധതിക്ക് കോഴിക്കോട്ട് തുടക്കമായി. ഹരിതോത്സവം അറ്റ് കോഴിക്കോട് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടപ്പിലാക്കുക.
ജനകീയ കൂട്ടായ്മയിലൂടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഹരിതോത്സവം അറ്റ് കോഴിക്കോട് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട്ടെ ഓരോ ഗ്രാമങ്ങളിലും കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെല്ലാം സഹകരിപ്പിച്ചുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. രാസ കീടനാശിനികൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവ രീതിയിലായിരിക്കും കൃഷി. ഇതേക്കുറിച്ച് ജില്ലാ കളക്ടർ CA ലത. ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത് ഹരിതോത്സവം അറ്റ് കോഴിക്കോട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, നമുക്ക് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡ് എവിടെയാണോ ഉള്ളത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇൻഡിവിജ്വൽസ് ആയാലും ഗ്രൂപ്പ്സ് ആയാലും പിന്നെ അതല്ല ഓർഗനൈസേഷൻസ് ആയാലും ആരുടെ കയ്യിലെങ്കിലും അങ്ങനെ കൃഷി ചെയ്യാത്ത തരിശായിട്ടിട്ടിരിക്കുന്ന ഭൂമി ഉണ്ടെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട്, ഇൻസെൻറ്റീവ്സ് ഇൻ ദ സെൻസ് വിത്തും വളവും അങ്ങനെ അത് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ കൃഷിയിലോട്ട് പ്രേരിപ്പിക്കുകയാണ്. കൃഷി ചെയ്യുന്നതിനായിട്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പച്ചക്കറികളാണ്. കർഷക സംഘങ്ങൾക്ക് പ്രത്യേകം ഇമെയിൽ വിലാസങ്ങൾ നൽകും. കൃഷിയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ചും ഓരോ വിളവിനും സ്വീകരിക്കേണ്ട പരിചരണ മുറകളെക്കുറിച്ചും സംഘങ്ങൾക്ക് ഇമെയിൽ വഴി വിവരങ്ങൾ ലഭ്യമാക്കും. ജില്ലയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയോട് ചേർന്ന് തരിശുകിടക്കുന്ന ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കും. വിദ്യാലയങ്ങളിൽ ഹരിതസേന രൂപീകരിച്ച് കൃഷി പ്രോത്സാഹന പരിപാടികൾ നടപ്പിലാക്കും. ഒരു വർഷം കൊണ്ട് കാർഷിക മേഖലയിൽ കോഴിക്കോട് ജില്ലയെ സ്വയം പര്യാപ്തമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാറ്റ്പാക്കിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷ അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ശില്പശാലയുടെ അവസാന ദിനം റോഡ് അപകടങ്ങളും പ്രാഥമിക ശുശ്രൂഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസുകൾ നടന്നത്. വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിന് ദേശീയ ഗതാഗത ആസൂത്രണ കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയാണ് റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം വിദ്യാലയങ്ങളുടെ എന്ന പരിശീലന പരിപാടി. പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച അധ്യാപക ശില്പശാലയുടെ 2ാം ദിനം റോഡ് അപകടങ്ങളും പ്രാഥമിക ശുശ്രൂഷയും എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ക്ലാസുകൾ നടന്നത്. അവിടെ ടീച്ചർ കൈ പോക്കിയിട്ടുണ്ട്, ഇവിടെ പോക്കിയിട്ടുണ്ട്. ഓക്കെ, ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? അങ്ങനെയാണെങ്കിൽ അത് റെഡിങ്ങിലല്ല കാണിച്ചിരുന്നത്. നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ടങ് ഹെൽപ്പ് ചെയ്യുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴും അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും ഉപദ്രവകാരി ആരാ? നാവ്. മിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എമർജൻസി മെഡിസിനിലെ നഴ്സ് റിനോൾഡ് കെ ജോസഫ്, ഡോക്ടർ ഷിബു ടി വർഗീസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CK അജിൽ കുമാർ, നാറ്റ്പാക് കൺസൾട്ടന്റ് TV ശശികുമാർ എന്നിവർ ക്ലാസുകളെടുത്തു. ജില്ലയിലെ 100 സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 100 അധ്യാപകരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. റമദാനിലെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണത നൽകാൻ നിസ്കാരപ്പായകളുടെ വിപണി നഗരത്തിൽ സജീവമായി. പുൽപ്പായകൾക്കും പ്ലാസ്റ്റിക് പായകൾക്കുമൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ മുസല്ലകൾക്കാണ് ആവശ്യക്കാരേറെയും. നൈനു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റമദാൻ നാളുകൾ വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും ആത്മസമർപ്പണത്തിന്റെയും ദിനങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് പൂർണ്ണത നൽകാൻ നിസ്കാരപ്പായകൾ വിപണിയിൽ സജീവമായി. കോഴിക്കോട് നഗരത്തിൽ വലിയങ്ങാടി, പാളയം, മർക്കസ് കോംപ്ലക്സ് എന്നിവിടങ്ങളിലാണ് നിസ്കാരപ്പായകളുടെ വിപണി ഒരുങ്ങിയിരിക്കുന്നത്. പുൽപ്പായകളും പ്ലാസ്റ്റിക് പായകൾക്കുമൊപ്പം വിദേശ രാജ്യങ്ങളിൽ ശ്രദ്ധേയമായ മുസല്ലകൾക്കാണ് ആവശ്യക്കാർ ഏറെ. പല നിറങ്ങളിലും വ്യത്യസ്ത രൂപഭംഗിയിലും എത്തിയ മുസല്ലകൾ റമദാന്റെ ആദ്യ നാളുകളിൽ തന്നെ വിപണി കീഴടക്കിയിരുന്നു. ചിത്രങ്ങൾ ആലേഖനം ചെയ്തതും ചിത്രങ്ങൾ പതിക്കാത്ത മുസല്ലകളും വിപണിയിൽ ലഭ്യമാണ്. കൂടാതെ പള്ളികളിൽ ഉപയോഗിക്കാനായി പ്രത്യേകം നിർമ്മിച്ച വലിയ മുസല്ലകളും ഉണ്ട്. പടങ്ങളില്ലാത്ത മുസല്ലകളാണ് ഏറെ ആവശ്യക്കാരും ചോദിച്ചു വാങ്ങുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇന്ത്യയിൽ നിർമ്മിതമായ മുസല്ലകളും ആഡംബര രീതിയിൽ തുർക്കി, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ മുസല്ലകളും കടകളിൽ ലഭിക്കും. 80 രൂപ മുതൽ 600 രൂപ വരെയുള്ള മുസല്ലകൾ വിപണിയിലുണ്ട്. മുസല്ലകൾക്കൊപ്പം പുൽപ്പായകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ഇവയിൽ വലിയതും ചെറുതുമായ നിസ്കാരപ്പായകൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇത്തരം പായകൾ എത്തുന്നത്. കാർപ്പറ്റുകളുടെ രംഗപ്രവേശത്തോടെ പുൽപ്പായകൾക്ക് ആവശ്യക്കാർ കുറവായിരുന്നു. എന്നാൽ വീണ്ടും പുൽപ്പായകളിലേക്ക് തന്നെ വിപണി തിരിച്ചെത്തിയതായി വലിയങ്ങാടിയിലെ കോയ സ്റ്റോർ ഉടമ ബഷീർ പറയുന്നു. എങ്കിലും കൂടി ഇപ്പോഴും പുൽപ്പായക്ക് തന്നെയാണ് നല്ല ഡിമാൻഡ് ഉള്ളത്. അത് പുൽപ്പായകൾ സാധാരണ ഒരു ബണ്ടൽ കണക്കിലാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഒരു പള്ളിയിലേക്ക് പല പള്ളിയിലേക്ക് 5-10 ബണ്ടലൊക്കെ വേണ്ടി വരും. ഒരു ബണ്ടലിന് ഏതാണ്ട് ഒരു 4000 രൂപ തോതിൽ ഏകദേശം വരുന്നുണ്ട് വില. 5000 രൂപ വരെയുള്ള പായകളുണ്ട് മാർക്കറ്റിൽ പുൽപ്പായകൾ. പിന്നെ സിംഗിൾ പായകളുണ്ട്, അത് പ്ലാസ്റ്റിക് പായകളാണ്. അത് വ്യക്തികൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന പായകളാണ്, സ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ പായയുടെ കൂടെ പുൽപ്പായ കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ പായുണ്ട് മാർക്കറ്റിൽ, കാർപ്പറ്റുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ മിക്കവാറും നല്ല നല്ല മോഡൽ സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്.
ഇവിടെയൊക്കെ നോമ്പ് സാധാരണക്ക് നോമ്പാക്കുമ്പോൾ സ്വാഭാവിക സജീവമാകണം. നോമ്പ് ഈ പള്ളിപ്പായൊക്കെ നല്ല സീസൺ ബിസിനസ്സാണ്. ഈ നോമ്പ് വരുമ്പോഴുണ്ടാകുന്ന മാർക്കറ്റാണ്. വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം. പുൽപ്പായകൾക്കൊപ്പം പല നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് നിസ്കാര പായകളുമുണ്ട്. അതിനു പുറകെയും ആവശ്യക്കാർ ഏറെയാണ്. ക്യാമറമാൻ ജഷാദിനൊപ്പം നൈനു. പോലീസിന്റെ പരിഷ്കരണങ്ങളെക്കുറിച്ച് കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിട്ടയർഡ് SP CM പ്രദീപ് കുമാർ. പ്രതികളെ കയ്യാമം വെച്ച് നടത്തിച്ച കൊയിലാണ്ടി പോലീസിന്റെ നടപടിക്കെതിരെ DYFI സംഘടിപ്പിച്ച തുറന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറസ്റ്റിലാവുന്നവരെയെല്ലാം കയ്യാമം അണിയിച്ച് പൊതുനിരത്തിലൂടെ നടത്തിക്കുന്നത് പോലീസിന്റെ സംസ്കാരരഹിതമായ പ്രവൃത്തിയാണെന്ന് ക്രൈംബ്രാഞ്ച് റിട്ടയർഡ് SP CM പ്രദീപ് കുമാർ. പ്രതികളെ കയ്യാമം വെച്ച് നടത്തിച്ച കൊയിലാണ്ടി പോലീസിന്റെ നടപടിക്കെതിരെ DYFI സംഘടിപ്പിച്ച തുറന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മൊത്തമായിട്ട് പോലീസിനെതിരായിട്ട് തിരിയുന്ന അവസ്ഥ, പോലീസ് ചെയ്ത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യത്തിൽ പോകുന്നേയില്ല. പക്ഷെ അങ്ങനെ രണ്ട് സംഭവങ്ങൾ പക്ഷേ പോലീസിന്റെ പരിഷ്കാരത്തിലേക്ക് നയിക്കേണ്ട കാര്യങ്ങളായിരുന്നു. പോലീസിന്റെ സംസ്കാരത്തിനെ പരിപൂർണമായി മാറ്റേണ്ട രണ്ട് സംഭവങ്ങളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനല്ല പോലീസ് ശ്രമിച്ചത്. വീണ്ടും പഴയ പോലീസാവാൻ. കൊടും ഭീകരരെയും അക്രമം നടത്താൻ സാധ്യതയുള്ളവരെയും മാത്രമേ കയ്യാമം വെക്കാവൂ എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EK നാരായണൻ, ബ്ലോക്ക് പ്രസിഡന്റ് K ഷിജു, നഗരസഭാ അധ്യക്ഷ K ശാന്ത, വൈസ് ചെയർമാൻ TK ചന്ദ്രൻ, കൊയിലാണ്ടി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V സത്യൻ, C അശ്വിനി ദേവ്, CPM ഏരിയ സെക്രട്ടറി KK മുഹമ്മദ്, DYFI മണ്ഡലം സെക്രട്ടറി K സന്തോഷ്, അഡ്വക്കേറ്റ് LG ലിജീഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ലോട്ടറി വിൽപ്പനക്കാരെ വലയ്ക്കാൻ പുതിയ തട്ടിപ്പ്. സമ്മാനാർഹമായ ടിക്കറ്റിന്റെ നമ്പറിന് സമാനമായി നമ്പർ ചുരണ്ടി ശരിയാക്കിയാണ് സമ്മാനത്തുക തട്ടിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ സമാനമായ തട്ടിപ്പ് നടന്നു. കൊയിലാണ്ടി CI ഹരിദാസൻ അന്വേഷണം ആരംഭിച്ചു. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ ചുരുട്ടി പുതിയത് ചേർത്തും തട്ടിപ്പ്. സമ്മാനം ലഭിച്ച ടിക്കറ്റിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിച്ചുള്ള ലോട്ടറി തട്ടിപ്പിന് പിന്നാലെ നമ്പർ ചുരണ്ടി മാറ്റിയുള്ള തട്ടിപ്പും വ്യാപകം. ചെറുകിട ലോട്ടറി ഏജന്റുമാരെ ലക്ഷ്യമിട്ടാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തട്ടിപ്പിൽ അക്ഷയ ഭാഗ്യക്കുറിയുടെ 0680 എന്ന 4 നമ്പറിന് 5000 രൂപ സമ്മാനമുണ്ടായിരുന്നു. 0683 അവസാനിക്കുന്ന ടിക്കറ്റിലെ 3 മായ്ച്ച് പകരം 0 ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. 35 വയസ്സിൽ താഴെ പ്രായം തോന്നുന്നവരാണ് സംഘം. മൊബൈൽ ഫോൺ നമ്പർ ടിക്കറ്റിൽ എഴുതി നൽകുകയും തുകയുമായി കടന്ന് വിൻവിൻ ഭാഗ്യക്കുറിയുടെ 10 ടിക്കറ്റും വാങ്ങി ഏജന്റിനെ സ്ഥിരം ലോട്ടറി എടുക്കുന്ന ആളാണെന്ന് വിശ്വസിപ്പിക്കുന്നതിൽ സാമർത്ഥ്യം കാണിക്കുകയും ചെയ്യും. അവസാന നമ്പർ ചുരണ്ടിയതായി സംശയം തോന്നിയതിനാൽ ടിക്കറ്റ് ഏജൻസിയിൽ നൽകി പണം ലഭിക്കുന്ന ടിക്കറ്റുകൾ ബാർകോഡ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് കൊയിലാണ്ടി CI R ഹരിദാസിന് പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായി പെയ്ത മഴയിൽ ജില്ലയിൽ 3 ജീവനാണ് പൊലിഞ്ഞത്. വടകരയിൽ വെള്ളം പൊങ്ങിയ കല്ലുവെട്ടുകുഴിയിൽ വീണ് വിദ്യാർത്ഥിയും രക്ഷിക്കാൻ ഇറങ്ങിയ അയൽവാസിയും മുങ്ങി മരിച്ചു.
വെള്ളം പൊങ്ങിയ വീട്ടുപരിസരത്തെ കല്ലുവെട്ട് കുഴിയിൽ വീണാണ് വിദ്യാർത്ഥിയും രക്ഷിക്കാൻ ചാടിയ അയൽവാസിയും മരിച്ചത്. മണിയൂർ കരുവഞ്ചേരിയിലെ ചാലിൽ മീത്തൽ അഭിഷേകും അയൽവാസി ഗീതേഷുമാണ് മരിച്ചത്. ചൊവ്വാഴ്ച പകൽ 4:30യോടെയാണ് സംഭവം നടന്നത്. കനത്ത മഴയെ തുടർന്ന് 3.5 മീറ്ററോളം താഴ്ചയിൽ വെള്ളം നിറഞ്ഞ കുഴിയിൽ അച്ഛൻ സന്തോഷിനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം നീന്തൽ പഠിക്കുകയായിരുന്ന അഭിഷേക് ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു. സന്തോഷിനോടൊപ്പം അഭിഷേകിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഗീതേഷും അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തിയതോടെയാണ് അഭിഷേകിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഗീതേഷിനെ കാണാതായതോടെ വീണ്ടും തിരച്ചിൽ നടത്തുകയായിരുന്നു. രാഷ്ട്രീയ സ്വയം സഹായ സംഘം കൽക്കുന്നത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. ഫാറൂഖ് നഗരം ഭൗതിക് പ്രമുഖ് രാജേഷ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവാ സംഘം കൽക്കുന്നത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ദിനം ആഘോഷിച്ചു. കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ ഫാറൂഖ് നഗരം ഭൗതിക് പ്രമുഖ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ സംസ്കാരത്തിന്, ഭാരതത്തിന്റെ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചു. സത്യയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്കും, ത്രേതായുഗത്തിൽ നിന്നും ദ്വാപരയുഗത്തിലേക്കും, അവിടെ നിന്നിപ്പോ കലിയുഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു ചാക്രിക പ്രക്രിയയാണ്. നമുക്ക് തിരിച്ച് ആ സത്യയുഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. രാജാവില്ല, രാജ്യമില്ല, ദണ്ഡനങ്ങളില്ല, നിയമങ്ങളില്ല, കാരാഗ്രഹങ്ങളില്ലാത്ത സത്യയുഗം. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടം. അതാണ് സത്യയുഗം, കൃതയുഗം എന്ന് പറയും. ആ കൃതയുഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് കലിയുഗത്തിൽ നിന്നും. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ എമ്രാന്തിരി അധ്യക്ഷം വഹിച്ചു. വ്യക്തികളിൽ അർപ്പണ മനോഭാവം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഗുരുപൂർണിമ ദിനം ആഘോഷിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കുട്ടികൾക്കും ഗർഭിണികൾക്കും വിഷമില്ലാത്ത ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി പ്രാദേശിക ജനകീയ കൂട്ടായ്മയിലൂടെ അതത് പ്രദേശത്തെ കാലാവസ്ഥയെയും മണ്ണിന്റെയും ഞാറ്റുവേല അടിസ്ഥാനമാക്കിയുള്ള വിളവുകൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുവാൻ ഞാറ്റുവേല പെരുമ എന്ന പരിപാടി സംഘടിപ്പിക്കുവാൻ കേരള ജൈവ കർഷക സമിതി ജില്ലാ സമിതി തീരുമാനിച്ചു. ഞാറ്റുവേല പെരുമയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 9 മണിക്ക് വേളം പഞ്ചായത്തിലെ പള്ളിയത്ത് വെച്ച് നടക്കും. പരമ്പരാഗത കൃഷി, ചിലവില്ല പ്രകൃതി കൃഷി തുടങ്ങിയ പഠന ക്ലാസുകളും ജൈവ വള കീടനാശിനി നിർമ്മാണ പരിശീലനം, നാടൻ കന്നുകാലി പ്രദർശനവും മൺപാത്ര കൈതോലപ്പായ നിർമ്മാണം പരിചയപ്പെടുത്തലും പരിപാടിയുടെ ഭാഗമായി നടക്കും. മലബാർ ഹോസ്പിറ്റൽസിന്റെ സഹകരണത്തോടുകൂടി ഏഞ്ചൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓഗസ്റ്റ് 2 ഗുജറാത്തി ഹാളിൽ വെച്ച് തൈക്കുടം ബ്രിഡ്ജ് എന്ന പ്രശസ്ത മ്യൂസിക് ബ്രാൻഡിന്റെ പ്രോഗ്രാം നടത്തുന്നു. പരിപാടി പാസ് മുഖേന നടത്തി അതിൽ നിന്നും കിട്ടുന്ന തുക സമൂഹത്തിലെ രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകരയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ താലൂക്ക് ഡിപ്പോ മഴയിൽ തകർന്നു. അധികൃതരുടെ അനാസ്ഥയിൽ വെള്ളത്തിലായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ. കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണം മാർക്സിസ്റ്റ് വൽക്കരിക്കുകയാണെന്ന് UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ. സാംസ്കാരിക വിനിമയത്തിന്റെ പുതിയ പാഠങ്ങളുമായി അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടി കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.